ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇലക്ഷനൊക്കെ ഇങ്ങ് എത്തിയല്ലേ. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു തുടങ്ങേണ്ട സമയമായി. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മളുടെ വോട്ടർ ഐ ഡി ആധാർ കാർഡുമായിട്ട് ഇതുവരെ ലിങ്ക് ചെയ്യിപ്പിക്കാത്തതെന്ന്, അല്ലെങ്കിൽ സർക്കാർ നമ്മളോടത് ആവശ്യപ്പെടാത്തതെന്ന്? ബാങ്ക് കാർഡ്, ബാങ്ക് അക്കൗണ്ട്, പാൻ കാർഡ്, ഗ്യാസ് സിലിണ്ടർ, മൊബൈൽ നമ്പർ, ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സർക്കാർ പദ്ധതികൾ, നമുക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെ സേവനങ്ങൾ നമുക്ക് ലഭ്യമാകണമെങ്കിൽ മൊബൈൽ നമ്പർ എന്ന് വേണ്ട, എന്തിനേറെ പറയുന്നു, നമ്മൾക്ക് കോവിഡ് വാക്സിനേഷൻ എടുക്കണമെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തൽക്ഷണം ലിങ്ക് ചെയ്യിപ്പിച്ചവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് വോട്ടർ ഐ ഡി പോയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐ ഡിയിൽ നമ്മുടെ ആധാർ ഇതുവരെ ലിങ്ക് ചെയ്യിപ്പിക്കാത്തതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആധാർ കാർഡ് വോട്ടർ ഐ ഡിയുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ചാൽ ഒരു പേരിൽ ഒന്നിലധികം വോട്ടുകൾ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വ്യത്യസ്ത പേരുകളിൽ വോട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ആധാർ കാർഡ് ഒരാൾക്ക് ഒന്ന് മാത്രമേ കാണുള്ളൂ. അപ്പോൾ കള്ളവോട്ടുകളും വ്യാജ വോട്ടുകളും അപ്രത്യക്ഷമായി പോകും. ഇനി ഒരു കാര്യം കൂടെ, ആധാർ കാർഡ് പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ചില്ല എങ്കിൽ 10,000 രൂപ വരെ പിഴ ചുമത്തുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ട് വോട്ടർ ഐ ഡി പോയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രേഖയിൽ എന്തുകൊണ്ട് ആധാർ കാർഡ് ലിങ്ക് ചെയ്യിപ്പിക്കുന്നില്ല? സംശയങ്ങൾ അത് ചോദിക്കാനുള്ളതല്ലേ, അത്രേ ഉള്ളൂ.